ഹായ് ഫ്രണ്ട്സ്, രേണുസുതിയെ കുറിച്ചുള്ള വീഡിയോ ആണ്. രേണുസുതി സ്വല്പം ഓവറാണ് കേട്ടോ. സ്വല്പമല്ല, നന്നായി ഓവർ ആയിട്ടുണ്ട്. ഞാൻ ഒരുപാട് പ്രൊട്ടക്ട് ചെയ്ത് രേണുസുതിയെ പറഞ്ഞതാണ്, നന്നായി ജീവിച്ചോട്ടെ. അതായത് മറ്റുള്ളവർ ഒരുപാട് തരം താഴ്ത്തി പറയുന്ന ഒരു വ്യക്തിയാണല്ലോ. അന്നൊക്കെ രേണുസുതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം കാര്യം നോക്കി ജീവിച്ച് പോയിരുന്ന ആളാണ്. ഇപ്പൊ അങ്ങനെയല്ല രേണുസുതി. രേണുസുതി ഇപ്പൊ സ്വല്പം ഓവർ ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ചീത്ത വിളിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അത് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. രേണുസുതിയെ ഒരുപാട് യോജിച്ചിരുന്നതാണ്. എങ്ങനെയാണെങ്കിലും ബാറിൽ ഡാൻസ് കളിച്ചിട്ടാണെങ്കിലും എന്തായാലും മാനം വെച്ചിട്ടല്ലല്ലോ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് പ്രൊട്ടക്ട് ചെയ്ത വീഡിയോ ഇതിൽ തന്നെ കിടക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ രേണുസുതി ചെയ്യുന്നത് എന്താ? കുറച്ച് പെണ്ണുങ്ങളെ കൂട്ടുപിടിച്ച് മറ്റുള്ളവരെ കളിയാക്കുന്നു. ആ പെണ്ണുങ്ങളൊക്കെ രേണുസുതിയെ വിറ്റ് തിന്നാൻ വേണ്ടി നിൽക്കുന്നവരാണ് എന്ന് മനസ്സിലാക്കുന്നില്ല. അത് രേണുസുതിക്ക് വേണ്ടി തന്നെ ഒരു ചാനൽ തുടങ്ങിയ പെണ്ണുങ്ങളാണ് ചിലവരൊക്കെ. അപ്പോ അങ്ങനെ കളിയാക്കുന്നു. അതും കൂടുതൽ ഈ ബിഷപ്പിനെ കളിയാക്കുന്നു. എനിക്ക് ഒട്ടും യോജിക്കാൻ സാധിക്കുന്നില്ല. അത് ഫിറോസിനെ വേണമെങ്കിൽ കളിയാക്കാം. പക്ഷേ ഫിറോസിനെ കളിയാക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, വീട് നല്ലൊരു ഉറപ്പിലുണ്ടാക്കി തരാൻ പറഞ്ഞ ഇതാണ് തട്ടിപ്പൊളിയുമ്പോ വീട് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് ക്രിറ്റിസൈസ് ചെയ്യാം. അത് തെറി വിളിച്ചിട്ട് ചീത്ത പറഞ്ഞിട്ടല്ല, ക്രിറ്റിസൈസ് ചെയ്യാം. പക്ഷേ പുരോഹിതന് എന്ത് കാര്യത്തിന് അയാൾ എന്ത് ചെയ്തു? അയാള് ആ പറമ്പ് കൊടുത്തു എന്നല്ലാതെ അയാൾ എന്ത് ചെയ്തു? ആ പുരോഹിതന് എന്തിനാണ് ഇത്രയും കളിയാക്കലും അങ്ങോട്ട് കയറി വരാൻ പോവുകയാണ്, ചീത്ത വിളിക്കുന്നു? എന്തിനാണ്? അത് ഒട്ടും യോജിക്കുന്നതല്ല രേണുസുതി. ഇനി ഇതിനൊക്കെ മറുപടിയായിട്ട് അയ്യോ! ഒരു ബീവിയുണ്ട്. ആ ബീവിയാണെങ്കിൽ ഇതിനൊക്കെ മറുപടി തെറിയോണ്ടാണ് അഭിഷേകം ചെയ്യുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കഷൻ നടത്താം. അതിനു മുന്നേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ കേട്ടോ. ഈ താത്ത ഇത് ബീവി തെറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്നാ പറയാ, യൂട്യൂബിൽ ഇങ്ങനെയൊക്കെ വിളിക്കാൻ പാടുമോ എനിക്കറിയില്ല. ഇതൊക്കെ ശരിക്കും മ്യൂട്ട് ചെയ്യാതെ ശരിക്കും വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ബാൻ ആവൂലേ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് അതിനെക്കുറിച്ച് അറിയുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇത് ശരിക്കും കേൾക്കാലെ തെറികളാണ് വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. അതും ഇപ്പൊ ചെയ്യാൻ പാടില്ലാത്തൊരു സംഭവം തന്നെ. മറ്റുള്ളവരെ തെറി വിളിക്കാൻ നമുക്കാരാണ് ലൈസൻസ് തന്നത്? മറ്റുള്ളവർ കളിയാക്കിക്കൊണ്ടോ ദേഷ്യപ്പെട്ടുകൊണ്ടോ ക്രിറ്റിസൈസ് ചെയ്തോ പറയുമ്പോൾ അങ്ങോട്ടും അതേ നാണയത്തിൽ ആൻസർ കൊടുക്കുക. അവരെ തെറി വിളിച്ച് അവരെ എന്താ പറയാ, മോശം ലാംഗ്വേജിൽ പറയാം, നമുക്ക് ഡിസ്കഷൻ നടത്താം. അപ്പൊ ഈ താത്ത പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, മൂന്ന് അലവലാതി പെണ്ണുങ്ങൾ വന്ന് കുണുകുണ എന്ന് പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ താത്ത തുടങ്ങുന്നത് കേട്ടോ. ലൈവ് വന്നതാണ്, 2 ലൈവ് വന്നിട്ടുണ്ട്. രേഷ്മ തങ്കുവിനുള്ള മറുപടി, രേഷ്മ തങ്കുവിനുള്ള മറുപടി എന്ന് പറഞ്ഞിട്ട്. ഈ രേഷ്മ തങ്കു എന്താണ് പറഞ്ഞത്? അത് രേണുസുതി. ഞാൻ രേഷ്മ തങ്കു എന്ന് ഞാൻ വിളിക്കില്ല കേട്ടോ. ഈ താത്ത പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത് രേണുസുതി. രേണുസുതിക്ക് എന്താണ് രേണുസുതി ശരി? ആ വോയിസ് നമുക്ക് കേൾക്കാട്ടോ. എടി മറ്റവളെ, ഷെഫീന ബീവി, എടി മറ്റവളെ, നിനക്ക് എന്നെ മറ്റവളെ എന്ന് വിളിക്കാമെങ്കിൽ എനിക്ക് നിന്നെ മറ്റവളെ എന്ന് വിളിക്കാം. പിന്നെ സൗകര്യമില്ലടി KHDC ഫിറോസ് തന്ന വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. നീ ഒന്ന് ഇറക്കി കാണിക്കടി. നീ പെണ്ണാണെങ്കിൽ എന്നെ ഇറക്കി കാണിക്കടി. നീ കൊറേ നേരമായല്ലോ നീ എനിക്കിട്ടോ ഉണ്ടാക്കാൻ തുടങ്ങിട്ട്. നീ ആരാന്നടി നിന്റെ വിചാരം? എടി സൗകര്യമില്ലടി അവിടുന്ന് ഇറങ്ങി തരാൻ. നീ കൊണ്ട് കേസ് കൊടുത്ത് തന്നെ ഇറക്കടി. അച്ഛൻ അതിനെ സപ്പോർട്ട് നല്ലത് വരട്ടെ, മുന്നോട്ട് നീങ്ങിക്കൊള്ളാനാണ് അവളടുത്ത് പറയുന്നത്. ഞാൻ ഇന്ന് നാളെ വീട്ടിൽ സംസാരിക്കും. പാപ്പോട്ടെ. എന്താണ് പ്രശ്നം എന്ന് മനസ്സിലായി നിങ്ങൾക്ക്? ആ വീട് ഉണ്ടാക്കി കൊടുത്തതും പറമ്പ് കൊടുത്തതും ഒക്കെ വേറെ വേറെ ആൾക്കാരാണല്ലോ. അപ്പൊ ഈ വീട്ടിൽ നിന്ന് രേണുസുതി കുറ്റം പറഞ്ഞുകൊണ്ട് ആ വീട്ടിൽ തന്നെ എന്തിനാണ് കടിച്ചു തൂങ്ങി നിൽക്കുന്നത്? അവരെ 2 കൂട്ടരും കുറ്റം പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കണ്ട, അവിടെ ഇറങ്ങി പോടി എന്നും പറഞ്ഞ് നമ്മുടെ സഫീന ബീവി കിടന്ന് ദേഷ്യപ്പെടുന്നു. അപ്പോ രേണുസുതി പറയാണ്, ഞാൻ ഇറങ്ങി പോവില്ലടി മറ്റവളെ എന്ന് പറഞ്ഞുകൊണ്ട് രേണുസുതി. എന്നിട്ട് പിന്നെ രേണുസുതി അതൊക്കെ സഫീന ബീവിക്ക് ആൻസർ ആക്കിയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽത്തി ക്രിറ്റിസിസം നടത്തിക്കൊണ്ട് തല്ലുകൂടാം. പക്ഷേ രേണുസുതി പിന്നെ പറഞ്ഞ കാര്യങ്ങൾ കണ്ടോ? ആ ബിഷപ്പിനെയാണ് പറയുന്നത്. ബിഷപ്പ് എന്ത് ചെയ്തു? ബിഷപ്പിന്റെ സ്ഥലത്ത് നിന്ന് ഒരു 7 സെന്റോ 10 സെന്റോ എങ്ങനെ രേണുസുതിക്ക് കൊടുത്തു? ഈ ഒരു തെറ്റല്ലേ ചെയ്തിട്ടുള്ളൂ. ആ ബിഷപ്പ് രേണുസുതിയെ വിമർശിക്കുന്ന വ്യക്തികളുടെ ഈ വീഡിയോയുടെ താഴെ വന്ന് ആദ്യ കമന്റ് ഇടുന്നു എന്നാണ് ഇവർ പറയുന്നത്. ആദ്യ കമന്റ് ഇട്ടോട്ടെ, അത് ആ ബിഷപ്പിന്റെ അധികാരമല്ലേ, അവകാശമല്ലേ, അത് ഇടട്ടെ. അതും ദേഷ്യം പറഞ്ഞിട്ട് കൊണ്ടൊന്നല്ല. നിങ്ങൾ സമൂഹത്തിന് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരല്ലേ, നിങ്ങൾ ഇത് തുടർന്ന് കൊണ്ട് പോകൂ എന്ന് പറഞ്ഞിട്ടാണ് ഈ കമന്റ് ഇടുന്നത്. അത് ബിഷപ്പ് ചെയ്യുന്നതുകൊണ്ട് എന്തിനാണ് രേണുസുതിക്ക് ഇത്ര ദേഷ്യം വരുന്നത്? ബിഷപ്പിന് അതിനുള്ള അധികാരമില്ലേ? ഒരു വീഡിയോ കണ്ട് അതിന് താഴെ ഒരു കമന്റ് ഇടാനുള്ള അധികാരം ബിഷപ്പിനില്ലേ? തെറി വിളിക്കാരോന്നല്ലോ ഇടുന്നത്. മിക്കവരും തെറിയും അതും തള്ളയ്ക്കും തന്തയ്ക്കും ഒക്കെ വിളിച്ചിടുന്നുണ്ട്. ഇത് അതൊന്നും ചെയ്യുന്നില്ല. പിന്നെ എന്തിനാണ് രേണുസുതി ആ ബിഷപ്പിനെ വെറുതെ കിടന്ന് ഇങ്ങനെ മൂപ്പിക്കുന്നത്? അത് അവിടെ ജീവിച്ചു പോയിക്കോട്ടെ. അതൊരു സ്ഥലം തന്നു എന്ന് പറഞ്ഞ തെറ്റിനാണോ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? സഫീന ബീവിക്ക് നിങ്ങൾ കൊടുക്കണം. അത് കൊടുത്തേ പറ്റൂ. കാരണം നിങ്ങൾ സഫീന ബീവി ഒരുപാട് നിങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ സഫീന ബീവിനെയും പറയുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു. പക്ഷെ ബിഷപ്പിന് ഇതിനിടയിൽ വലിച്ചിഴക്കുന്നതാണ് എനിക്കൊരു വിഷമം തോന്നിയത്. പേഴ്സണലി എനിക്ക് നല്ല വിഷമം തോന്നി. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്?
ഇനി സഫിന ബീവി പറയുന്ന കാര്യം എന്താണ്? കോട്ടയം ശരിക്കും ക്രിമിനൽ വളർത്തുന്ന ഏരിയയാണ് എന്ന് പറയുന്നു. അതെന്താണ്? ഒരു പ്രദേശത്തെ മുഴുവൻ അവിടെ രേണുസുതി ജീവിക്കുന്നത് കരുതി ആ പ്രദേശം മുഴുവൻ ക്രിമിനൽസ് ആണോ അവിടെ വളരുന്നത് മുഴുവൻ? അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്താൻ പാടില്ല. ഇതെന്താ കോട്ടയക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലേ എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇൻഷുറൻസ് തുകയ്ക്ക് കാത്തിരിക്കുകയാണ് രേണുസുതി എന്ന് പറയുന്നു. അതായിക്കോട്ടെ, ഭർത്താവിന്റെ ഇൻഷുറൻസ് തുകയല്ലേ, കാത്തിരിക്കട്ടെ, അതിനിപ്പോ എന്താ? അവർക്ക് അതെങ്കിൽ അത് കിട്ടട്ടെ, അവരുടെ മക്കൾക്ക് അത് നല്ലതല്ലേ, രണ്ട് മക്കൾക്കും കൊടുക്കുമല്ലോ രേണുസുതി. അതിനൊന്നും യാതൊരു തെറ്റുള്ള കാര്യമല്ല. സ്ഥലം തന്ന ബിഷപ്പിനെ പറയുന്നത് മാത്രമാണ് ഇതിൽ തെറ്റ് ഞാൻ കണക്കൂട്ടുന്നത്. അത് രണ്ട് മൂന്ന് പെണ്ണുങ്ങളെ കൂട്ടി നിർത്തിയിട്ട് ഇങ്ങനെ കളിയാക്കി ചിരിക്കുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞിട്ടാണ് പ്രശ്നം. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നില്ലെങ്കിൽ വേണ്ട, അവിടെ നിന്നോളൂ. സഫീന ബീവിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോര് നടത്തൂ, ഒരു കുഴപ്പമില്ല. സോഷ്യൽ മീഡിയ വഴിയല്ലേ, ഒരു കുഴപ്പമില്ല. ഇനി സഫീന ബീവിയുടെ വിഷമം എന്താ? മറ്റവൾക്കുള്ള മറുപടി എന്ന് പറഞ്ഞിട്ടാണ് രേണുസുതി പറയുന്നത്. മറ്റവൾക്കുള്ള മറുപടി. അപ്പൊ സഫീന ബീവി പറയുന്നുണ്ട് മറ്റവൾക്കുള്ള മറുപടി എന്ന് പറയുന്നുണ്ട്. നിന്റെ തന്തയടി മറ്റവള്, നിന്റെ തള്ളയടി മറ്റവള്, നിന്റെ ചേച്ചിയടി മറ്റവള് എന്നും പറഞ്ഞ് സഫീന ബീവിയും പറയുന്നുണ്ട്. പിന്നെ സഫീന ബേബി വേറൊരു കാര്യം പറയുന്നുണ്ട്. ഈ സെക്കൻഡ് ഹാൻഡ് കാർ മേടിച്ചു എന്ന് പറയുന്നത്. സെക്കൻഡ് ഹാൻഡ് കാർ അവര് മേടിച്ചല്ലോ, അതൊന്നും ഒരു തെറ്റുള്ള കാര്യമല്ല. അവരുടെ കാശുണ്ട്, അവർ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് ഇപ്പൊ പൊക്കിള് കാണിച്ചിട്ടാണെങ്കിലും ഇപ്പൊ സഫീന ബേബി പറയുന്നുണ്ട്, ബാഗ് കൂട്ടി രാവിലെ ഇറങ്ങി പോവള്, എന്തിനാ വലിയ ഉദ്യോഗത്തിന് പോണ പോലെയാണ് പോകുന്നത്, പൊക്കിള് കാണിക്കാനോ തൊട കാണിക്കാനോ പോണെന്ന് പറയുന്നു. ഓക്കെ, പൊക്കിള് കാണിച്ചു തൊട കാണിച്ചിട്ടോ ആണെങ്കിൽ അവർ സെക്കൻഡ് ഹാൻഡ് കാർ മേടിച്ചു. അത് അയ്യേ എന്ന് പറയേണ്ട ഒരു ആവശ്യകത നമുക്കില്ല. അത് അവരുടെ ഇഷ്ടം. അവർക്കൊരു കാറ് വേണം, അവര് മേടിച്ചു. വേണ്ടാതിരുന്ന് നടന്നിട്ടല്ലല്ലോ ആ കാറ് മേടിക്കുന്നേ. അവളും സെക്കൻഡ് ഹാൻഡ് അല്ലേ, അപ്പൊ അതുകൊണ്ട് അവൾക്കും സെക്കൻഡ് ഹാൻഡ് കാറേ പിടിക്കത്തുള്ളൂ എന്ന് പറയുന്നു. കുറെ കാര്യങ്ങൾ എനിക്ക് ഈ താത്തയോട് യോജിക്കാൻ പറ്റുന്നില്ല, കുറെ കാര്യങ്ങൾ എനിക്ക് ഈ രേണുസുധിയോട് യോജിക്കാൻ പറ്റുന്നില്ല. ഇനി ഷാപ്പിലൊക്കെ പോയി തുണി പൊക്കിളും കാണിച്ചിട്ടല്ലേ നീ കാശുണ്ടാക്കുന്നത് എന്ന് പറയുന്നു. ഒരു ഉണക്ക ബോഡി, അവളുടെ ഒരു ബോഡി എന്നും പറഞ്ഞ് കളിയാക്കുന്നു. ഉണക്ക ബോഡിക്ക് എന്താണ് പ്രശ്നം? ബോഡി എന്ന് പറയുന്നത് നമ്മുടെ ദൈവം ഇതൊക്കെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു പാണ്ടി ലോറി കയറി കഴിഞ്ഞാൽ തീരാവുന്ന ബോഡിയേ ഉള്ളൂ നമുക്ക്. ഉണക്ക ആയാലും തടിച്ചതാണെങ്കിലും ആരുടെ ബോഡി ആണെങ്കിലും വീട്ടിന്റെ അകത്തിരുന്നാൽ പോലും ഒരു കല്ല് വന്ന് തലയിൽ വീണ് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ബോഡി ഷേമിംഗ് ഒന്നും നമ്മൾ നടത്തേണ്ട ആവശ്യമില്ല. അവര് ചെയ്യുന്ന ആക്ടിനെ നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യുക. ഇനി എന്താ? നാറിയുടെ മോളെ, മലരെ, തെറി, ഇതൊന്നല്ല തെറി ട്ടോ. പിന്നെ വെല്ലവന്റെ കാശും കൊണ്ട് വന്ന് തൂറി നടക്കുന്നവളെ, ഞാനൊരു വിധവയാടി, ജോലി എടുത്ത് മക്കളെ നോക്കടി എന്നൊക്കെ പറയുന്നു. ശരിയാണ്, അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം, ഹെൽത്തി പരമായിട്ടാണ്. ഇനി ഗർഭം കലക്കി നാറി, ഇതൊന്നും നമുക്ക് തെളിവില്ല, ഗർഭം കലക്കിയിട്ടുണ്ടോ നാറിയാണെന്നൊന്നും. പിന്നെ നമ്മൾ അതൊന്നും പറയാൻ പാടില്ല. നമുക്ക് ക്രിറ്റിസൈസ് ചെയ്യാം, ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ഗർഭം കലക്കി എന്ന് പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടുവന്ന് ക്രിറ്റിസൈസ് ചെയ്യാം. എന്നല്ലാതെ നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. വിമർശിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഇനി ഇതൊരു കോട്ടയത്തെ പൊതുശല്യമാണ് എന്ന് പറഞ്ഞ് നാട്ടുകാരൊക്കെ കൂടി സംഘടിപ്പിച്ച് അവിടുന്ന് ഒഴിപ്പിക്കൂ എന്ന് പറയുന്നുണ്ട്. അതൊക്കെ നാട്ടുകാരുടെ ഇഷ്ടം. എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അത് നാട്ടുകാരുടെ ഇഷ്ടമാണ്. അല്ലാതെ നമ്മൾ ഇവിടെ നിന്ന് ഒഴിപ്പിക്കൂ എന്ന് പറഞ്ഞാൽ അവരവിടെ ഒഴിപ്പിക്കുക. ചിലപ്പോൾ അവർക്ക് അവിടെ ഇഷ്ടമാണെങ്കിലോ. എന്തൊക്കെയാണ് പറയുന്നത്? വീട് വെച്ചവനെ പറഞ്ഞോളൂ എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഈ താത്ത തന്നെ പറയുന്നുണ്ട്. വീട് വെച്ചവനെ പറഞ്ഞോളൂ എന്ന് പറഞ്ഞാൽ ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരു വീട് വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് കാലകാലം ജീവിക്കാനുള്ള വീടാണ്. അത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്ന വീടൊന്നും വെച്ച് കൊടുക്കാൻ പറ്റില്ല. അവർക്കവിടെ ജീവിക്കേണ്ടത് കുട്ടികളും മക്കളായിട്ട് ജീവിക്കേണ്ടതാണ്. അപ്പൊ ഉള്ളത് 2 റൂമാണെങ്കിൽ 1 റൂമാണെങ്കിൽ അടച്ചുറപ്പോട് കൂടി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമായിരുന്നു. അത് അവർ ചെയ്തില്ല. പക്ഷെ സ്ഥലം കൊടുത്ത വ്യക്തി ഉണ്ടല്ലോ, ആ വ്യക്തി ഇതൊന്നും വിചാരിച്ചിട്ടല്ല, അവര് പാവം തോന്നിയിട്ട് അവരുടെ പേരിൽ സ്ഥലം കൊടുത്തതാണ്. അതിനാണ് ഇപ്പൊ കിടന്ന് ഇവരിങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഈ താത്ത പറയുന്നുണ്ട്, എന്റെ മുറ്റത്തൊരു കക്കൂസ് ഉണ്ടെടി, അതില് ഞാൻ ഷീറ്റ് ഇട്ടുതരാം, അവിടെ വന്ന് കിടന്നോളൂ, നീ മുറ്റടിച്ചാൽ മതി, രാവിലെ മുറ്റടിച്ചാൽ മതി, നിനക്ക് മാസം മാസം 2000 രൂപ ഞാൻ തരാം എന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് ലക്ഷ്മി നക്ഷത്രയാണ് അടി കൊടുക്കേണ്ടത്, ആ സ്ത്രീയാണ് ഇവരെ വലിച്ചു കൊടുന്ന് ഇങ്ങനെയാക്കി സ്റ്റാർ ആക്കി തീർത്തത് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ രേണുവിന് കുരുട്ടുബുദ്ധിയാണ്, ഇതൊക്കെ നമുക്ക് പറയാം, നമുക്ക് ക്രിറ്റിസൈസ് ചെയ്യാം. പിന്നെ ചത്തു ഓടറിയ നിനക്ക് എന്ന് പറയാനുള്ള അധികാരം നമുക്കില്ലാത്ത ദൈവത്തിന്റെ കയ്യിലായിരിക്കുന്നേടി, നാ മോളെ എന്നൊക്കെ വിളിക്കുന്നു. ഇതൊക്കെ യൂട്യൂബ് നോംസിന് എഗെയിൻസ്റ്റ് അല്ലേ എന്ന് എനിക്ക് തോന്നുന്നു. ഇനി നിന്റെ അമ്മച്ചിയുടെ കെട്ടിയോനല്ലല്ലോ ബിഷപ്പ്, അപ്പൊ നിന്റെ ആ ബിഷപ്പ് തന്ന ആ വസ്തുവിൽ നിനക്ക് കിടക്കാൻ എന്ത് അധികാരം ഉള്ളതെന്ന് വെക്കുന്നുണ്ട്. നാട്ടിലുള്ളവർക്കൊന്നും ഒരു ബോധമില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പുരോഹിതനെ അവഹേളിക്കുന്നത് കണ്ടില്ലയോ? അത് ഞാനും ചോദിക്കുന്നു. ഒരു പുരോഹിതൻ ഇത്രയും പറയുമ്പോൾ ഒന്ന് രേണുസുധിയെ നിലയ്ക്ക് നിർത്താം. ഞങ്ങളാരും ഗർഭം കലക്കിയിട്ടില്ല എന്ന് പറയുന്നു. ഇനി ബാഗും തൂക്കി ഇറങ്ങുന്നത് പൊക്കിള് കാണിക്കാനും അതിന് വേണ്ടെന്നൊക്കെ പറയുന്നു. ഇനി രേണുവിന്റെ പുരോഹിതനെ പറയുന്ന ഒരു വോയിസ് കൂടി നമുക്ക് കേട്ട് നിർത്താട്ടോ. ആ ദൈവത്തിന്റെ ഒരുപാട് അനുഗ്രഹം കിട്ടും. പക്ഷെ കൊടുത്തതോ കൊടുത്ത്. ഇനി ഇത് ഞാൻ കൊടുത്തയാണേ എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വരല്ലേ അച്ഛന്റെ അടുത്ത് സ്നേഹം ഉള്ളോണ്ട്
ഇവരൊക്കെ ആരെയും അച്ഛനെ പറയാൻ വേണ്ടിട്ട് ഇതെന്ത് വേറെ സച്ചിന വ്ളോഗ്സോ എന്താണ് പറഞ്ഞിട്ടുള്ള ഒരു വ്ളോഗാണ്. ഇവരൊക്കെ എന്തിനാണ് ഈ അച്ഛനെ ചീത്ത പറയുന്നത്? അവര് തമ്മിലുള്ള രേണുസുതി അച്ഛൻ തമ്മിലുള്ള പ്രശ്നം ഇവരൊക്കെ കൂടി കൂട്ടുനിന്ന് എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്. കൊടുത്തതോ കൊടുത്തു, പിന്നെ ഞാൻ കൊടുത്ത അത് പറഞ്ഞോട്ടെ, അയാൾ കൊടുത്ത കാര്യല്ലേ, അത് പറയട്ടെ. പുണ്യപ്രവൃത്തി ചെയ്തിട്ട് അയാൾക്ക് കിട്ടിയത് എന്താണ്? അയാൾക്ക് കിട്ടിയത് നിങ്ങൾ എല്ലാവരും വട്ടമിട്ട് നിന്ന് കൂക്കി വിളിക്കുകയല്ലേ. രേണുസുതി ഇത് വളരെ ഓവറാണ്. ഇത്രേ എനിക്ക് പറയാനുള്ളൂ.